ഹലോ കൂട്ടുകാരെ, കുറേ നാളായി ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പം ഞാൻ കരുതി ഇന്നൊരു കുക്കിംഗ് വീഡിയോ ഇടാമെന്ന്. എന്നാൽ ഞങ്ങളുടെ ആലപ്പുഴ സ്പെഷ്യൽ അല്ലെങ്കിൽ കോട്ടയം സ്പെഷ്യൽ മുളകിട്ട മീൻകറി വെച്ചാലോ? അപ്പോൾ അതിനാദ്യമായി നമ്മളൊരു ചീനിച്ചട്ടി അത് ചൂടാക്കിയിട്ട് കുറച്ച് എണ്ണ ചൂടാക്കുക. എന്നിട്ട് നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് കടുക് അങ്ങോട്ട് പൊട്ടിക്കുക. കണ്ടോ, ഉള്ളി അങ്ങോട്ട് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മുടെ കടുക് ടപ്പേന്ന് പൊട്ടും. കടുക് അങ്ങോട്ട് പൊട്ടിയിട്ട് ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ കാണിക്കാം കേട്ടോ, ഇച്ചിരി സമയമുണ്ട്. അല്പം വറ്റൽമുളക് കൂടെ ചേർക്കുക. വറ്റൽമുളക് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ചെറുതായിട്ട് ഇളക്കുക. പിന്നെ നമ്മുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിയും അതുപോലെ വറ്റൽമുളകും ഒന്നും കരിഞ്ഞു പോകരുത്. കാരണം ഇനി ഇടാൻ പോകുന്നത് പൊടികളാണ്. അപ്പോൾ ഈ പൊടികൾ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ മുളകും ഒന്ന് കരിയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ കരിയാതെ വേണം നമ്മൾ കടുക് വറക്കാൻ. അപ്പോൾ കടുക് വറക്കുന്നത് വരെ നമ്മൾ സൂക്ഷിച്ച് നമ്മൾ ഇളക്കി ഒരു പരുവത്തിന് വരെ നമ്മളൊന്ന് വാട്ടിയെടുക്കുക. ഇനി നോക്കിക്കോ, ഓരോന്ന് ചെയ്യുന്നത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കാം. ആ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതായി ചതയ്ക്കുക. ഇഞ്ചിയൊന്നും ഞങ്ങൾ വാങ്ങിക്കാറില്ല കേട്ടോ. ഇഞ്ചിയൊക്കെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ കൃഷിയുണ്ട്. അപ്പം നമ്മൾ അച്ഛൻ കിളച്ച് കൊണ്ടുവന്ന ഇഞ്ചി അമ്മ നല്ലവണ്ണം കഴുകി അത് തൊലിയൊക്കെ ചെത്തി അത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ അമ്മിയിലിട്ടാണ് കേട്ടോ ചതച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് ടേസ്റ്റ് വേറെയാണ്. നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കുന്നതിനും ടേസ്റ്റ് കൂടുതലാണ് നമ്മൾ അമ്മിയിലിട്ട് സാധനങ്ങൾ ചതച്ചെടുക്കുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ചമ്മന്തി ആണെങ്കിലും നമ്മൾ അമ്മിയിലിട്ടാണ് ചതച്ചെടുക്കുന്നത്. കണ്ടോ, ഇഞ്ചിയും വെളുത്തുള്ളി കൂടെ നല്ലവണ്ണം ചതച്ച് അതങ്ങോട്ടിട്ടു. അപ്പോഴത്തേക്ക് കളറ് മാറുന്നത് കണ്ടോ ഉള്ളിയുടെ. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം കടുക് വറക്കുമ്പോൾ നമ്മൾ ഉള്ളി ഇടാൻ. ഇനി നമ്മൾ അല്പം മുളക് പൊടി, ഒരു 2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 2 സ്പൂൺ വേണ്ട, അത് വലിയ മീനൊക്കെ ആണെങ്കിലും മതി. ഇതിപ്പം ഒരു 1.5 സ്പൂണൊക്കെ കാണുള്ളൂ. എന്നിട്ട് മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ട് ചേർത്ത് ഇളക്കി. പൊടി ഇളക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം, ഇത് കരിയാൻ പാടില്ല. പിന്നെ നമ്മൾ ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട്. ഈ ഉലുവാപ്പൊടി എന്ന് പറഞ്ഞാൽ വറുത്ത് വെച്ചതാണെങ്കിൽ ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല, അവസാനം ചേർത്താൽ മതി. ഇപ്പം നമ്മൾ വറുത്ത് വെച്ച ഉലുവാപ്പൊടി ആയതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. വറക്കാത്ത ഉലുവ നമ്മൾ വാങ്ങിക്കുന്ന ഉലുവയാണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മളിപ്പോൾ ചേർക്കുന്നില്ല, കാരണം നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് ഉലുവാപ്പൊടി വറുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പം നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. ഇനി അടുത്തതാണ് നമ്മുടെ സ്പെഷ്യൽ സാധനം നമ്മൾ ഒഴിക്കുന്നത്, കുടംപുളി നല്ലതുപോലെ, അതും നമ്മുടെ വീട്ടിലുണ്ടായ കുടംപുളി തന്നെയാണ് കേട്ടോ. ഈ കുടംപുളി നല്ലതുപോലെ കഴുകി അത് വെള്ളത്തിലാക്കി നമ്മൾ മീൻ വെട്ടാൻ പോകുമ്പോഴേ അമ്മ അത് ഇട്ട് വെച്ചിരിക്കും. ഈ കുടംപുളി അപ്പോഴത്തേക്ക് അതിൻ്റെ ആ പുളിയൊക്കെ അങ്ങോട്ട് വരും. കുറച്ചൊരു അരമണിക്കൂറെങ്കിലും കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം. എന്നിട്ട് ആ കുടംപുളിയുടെ വെള്ളമാണ് നമ്മൾ ഈ പൊടിയിലേക്ക് ഒഴിച്ചത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ മീൻ കഴുകി വൃത്തിയാക്കിയതിലേക്ക് ഈ മിക്സ്ചർ അങ്ങോട്ട് ആഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി അല്പം പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് നമ്മളത് അടുപ്പിലേക്ക് വയ്ക്കും. കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്താൽ നമ്മുടെ മീൻകറി റെഡിയാവും കേട്ടോ. നല്ലതുപോലെ നമ്മുടെ ഈ മിക്സ്ചറാണെങ്കിൽ നല്ലതുപോലെ, ഇത് കുടംപുളി ഇട്ട വെള്ളമാണ് കേട്ടോ. ഈ കുടംപുളി ഇട്ട വെള്ളത്തിൽ നല്ലതുപോലെ അമ്മ അത് നല്ല കൃത്യമായിട്ട് വിരവി എടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മുടെ പച്ചമുളക് ഇട്ടു. ഒരു പച്ചമുളകൊക്കെ മതി, മുളക് പൊടി ഇട്ടിട്ടുള്ളത് കൊണ്ട് എരിവ് കൂടുതലായിപ്പോവും. അതുകൊണ്ട് പച്ചമുളക് നമ്മൾ അങ്ങോട്ടിട്ടു. പച്ചമുളക് കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലൊരു അടപ്പെടുത്ത് അടച്ച് നമ്മൾ അടുപ്പിലോട്ട് വയ്ക്കും. നമ്മൾ മീൻകറിയും ചോറും ഒക്കെ അടുപ്പിലാണ് വെക്കുന്നത് കേട്ടോ. അടുപ്പിൽ വെച്ച് കഴിക്കുന്ന ആഹാരത്തിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഗ്യാസിൽ നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാട്ടിലും. ഉലുവാപ്പൊടി ലാസ്റ്റിൽ നമ്മളിട്ടു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഉലുവാപ്പൊടിയുടെ കാര്യം. നമ്മൾ വറുത്ത് വെച്ച പൊടിയായതുകൊണ്ട് ലാസ്റ്റിൽ കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർത്തു. പിന്നെ നമ്മുടെ അത്യാവശ്യ സാധനമുണ്ട്, ഉപ്പ്. അത് പാകത്തിന് നിങ്ങൾ ചേർക്കുക. നമ്മുടെ അരി ഇവിടെ വെന്ത് വെച്ചിട്ടുണ്ട്, അതങ്ങോട്ട് മാറ്റി അടുപ്പിലോട്ട് നമ്മൾ നമ്മുടെ മീൻ കറി വെക്കാൻ പോവുകയാണ്. നല്ലൊരു അടപ്പിട്ട് അടച്ച് നമ്മളതങ്ങോട്ട് തിളയ്ക്കണം. ഈ ചാറൊന്ന് ചെറുതായിട്ട് വറ്റിയാൽ മതി. ചാറ് കൂടുതലുള്ളവർക്ക് കുറച്ച് വറ്റിച്ചെടുത്താൽ